ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു കേക്ക് ട്രൈ ചെയ്താലോ? ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതേ ക്യാരറ്റ് കേക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 800 ഗ്രാമുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് നിറച്ചുണ്ടാവും കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് മുന്തിരി, അതിന് കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം കൂടി വേണം. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് അതിൻ്റെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ കാരമലൈസ്ഡ് സിറപ്പിലിട്ടാണ് നമ്മളിത് വിളയിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 250 ml കപ്പിൽ തന്നെ 1 കപ്പ് സാദാ വെള്ളം, ഇത്രയാണ് ആവശ്യം. 1 കപ്പ് പഞ്ചസാര 250 ml കപ്പിൽ തന്നെ നമ്മൾ എടുത്ത് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കാരമലൈസ് ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ നമ്മൾ ശരിക്കും ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് കേട്ടോ. നോക്കി ഇത് ചെറുതായിട്ട് പതഞ്ഞ് വന്നേക്കണം കേട്ടോ. ഇതുപോലെ പതഞ്ഞ് വന്ന് ശരിക്കും നിറയെ പത വരണം കേട്ടോ. അതുവരെ നമ്മൾ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. നിറയെ പത വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് വെള്ളം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ആദ്യം ഒന്ന് കട്ട പിടിക്കും, പക്ഷെ പിന്നീട് അത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അകന്ന് നിന്ന് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ മേത്തേക്ക് തെറിക്കും. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും റൈസിൻസും മുന്തിരിയും കൂടി ചേർത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് അതിനെ ഇനി ഒന്ന് കുറുകുന്ന പാകത്തിൽ നന്നായിട്ട് അതൊരു വിളയിച്ച് വന്ന രീതിയിൽ നമ്മൾ എടുക്കണം കേട്ടോ. ഒരല്പം വെള്ളം വേണം, ഒത്തിരി അങ്ങോട്ട് കുറുകി പോകാൻ പാടില്ല, കാരണം അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും. അപ്പോൾ ഒരല്പം വെള്ളം കൂടി ആവുന്നവരെ നമ്മളതിനൊരു 4-5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാരയും ഒരു 7 ഗ്രാമ്പും എടുത്ത് വെക്കണം കേട്ടോ. ഒന്ന് നോക്കി ഇത് ആ വിളയിച്ചതിൻ്റെ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച പഞ്ചസാരയും 7 ഗ്രാമ്പു 7 ഗ്രാമ്പും ഉണ്ട്, അതും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മളതിനെ പൊടിച്ച് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നോക്കി ഈ ഒരു പാകത്തിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നന്നായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു മിക്സി ചൂടാവരുത് കേട്ടോ. മിക്സിയിലാണ് അടിച്ചെടുത്തേക്കണേ. ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടി 250 ml കപ്പിൽ തന്നെ 2 കപ്പ് മൈദ. അതിലേക്ക് നമ്മൾ ആ ഇട്ട് വെച്ച മൈദയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി കൊടുക്കണം കേട്ടോ. അതിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. മൊത്തം നമുക്ക് മൈദ തന്നെ എടുക്കുക കേട്ടോ. നല്ലൊരു കേക്കിന് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നമ്മളൊരു 3 തവണയെങ്കിലും അത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ അരിച്ചെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കേക്കിലെ എല്ലാ ഭാഗത്തേക്ക് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ കൃത്യമായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ നമുക്ക് കേക്ക് കിട്ടുകയില്ല. അപ്പോൾ ഞാനിത് 3 തവണ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് വേണം. ഞാൻ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, കുറച്ച് പീനട്ടും കൂടി എടുത്തിട്ടുണ്ട്, ചെറുതാക്കി നുറുക്കി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പൊടിച്ചെടുക്കുക, ഒത്തിരി പൊടിഞ്ഞ് പോകരുത് കേട്ടോ. അതും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് 4 വലിയ കോഴിമുട്ട. അതായത് ഞാൻ മീഡിയം സൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സ്മോൾ ആവുന്നത് അത്ര നല്ലതാവില്ല, കാരണം നമുക്ക് മിക്സ് ചെയ്യാൻ വേണമല്ലോ. ഒരു 4 കോഴിമുട്ട നമ്മൾ നന്നായിട്ട് അത് മിക്സിയിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ മിക്സിയിൽ അടിച്ചെടുക്കണം. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. നമ്മൾ 30 സെക്കൻഡ് അടിച്ചെടുത്ത മുട്ടയിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് വീണ്ടും ഹൈ സ്പീഡിൽ തന്നെ 30 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അത് 30 സെക്കൻഡ് തന്നെ പൾസ് മോഡിലിട്ട് പതിയെ അടിച്ചെടുക്കണം. ഒത്തിരി അടിഞ്ഞു പോരുതേ, അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇപ്പോൾ കേക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതായത് ക്യാരറ്റിൻ്റെ മിക്സ്, ആ മിക്സിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ഈ മുട്ട ഒക്കെ അടിച്ച് വെച്ച ആ മിക്സ് നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഈ ഒരു പാകത്തിനാവുന്ന വരെ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് എടുക്കുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്
ഒറ്റ ബാച്ചായിട്ട് ചേർക്കരുത്, 2 ബാച്ചായിട്ട് ചേർക്കുക. അത് മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു മിക്സ് നമുക്ക് വരുന്നത് കേട്ടോ. ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളം ലൂസായിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു ബാച്ച് ഇട്ട് ഇത് ഇളക്കി, അത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇളക്കുക. ഒത്തിരി കുത്തി ഇളക്കരുത്. അത് നന്നായിട്ട് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ നമ്മളതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും മൈദ എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക. നോക്കി, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. ആ ഒരു കളർ കണ്ടോ? അപ്പോൾ നമ്മൾ കാരമലൈസേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ സെറ്റ് ചെയ്യാം. ബേക്കിംഗ് ട്രേ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 10 ഇഞ്ചിൻ്റെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ളൊരു ബേക്കിംഗ് ട്രേ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരല്പം എണ്ണയും കൂടി അതിൻ്റെ മുകളിൽ തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെടുത്ത് വെച്ച് ബാറ്റർ ഇതുപോലെ ഇത്തിരി കട്ടിയായിട്ടുള്ള ബാറ്റർ ആയിരിക്കും കേട്ടോ കേക്കിൻ്റെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് മുകളിൽ ബബിൾസ് ഹോൾസ് വന്നിട്ടുണ്ട്. ആ ബബിൾസിനെയൊക്കെ നമ്മൾ പതിയെ പൊട്ടിച്ച് കളയണം കേട്ടോ. അതുകൂടാണ്ട് നമ്മളത് ഈ ടൂത്ത് പിക്ക് വെച്ച് തന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഈ ബബിൾസൊക്കെ കുടുങ്ങി കിടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ബബിൾസൊക്കെ മുകളിലേക്ക് പൊങ്ങി വരും. ഒരു 30 തവണയിൽ നന്നായിട്ട് അത് കൊട്ടി കൊടുക്കുക. അപ്പോൾ ശരിക്കും ബബിൾസൊക്കെ പൊങ്ങി വരുമ്പോൾ ആ മുകളിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ബബിൾസൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ക്യാഷ്യൂ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഗ്രേറ്റഡ് ക്യാരറ്റ് വെച്ച് വേണമെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്റർ വരുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ആദ്യത്തെ 45 മിനിറ്റ് 180 ഡിഗ്രിയിൽ തന്നെയും ലാസ്റ്റത്തെ 15 മിനിറ്റ് 160 ഡിഗ്രിയിലും വെച്ചിട്ട് ബേക്ക് ചെയ്യുക. ഡിപ്പെൻസ് ഓൺ ഓവനാണ്. എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ അതിനകത്ത് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അതാണ് അതിൻ്റെ പാകം കേട്ടോ. ഇത് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ.